നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ SUCI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഡോക്ടർ M. ജ്യോതിലാലാണ് സ്ഥാനാർത്ഥി. കേരളത്തിലെ SDPI സ്ഥാനാർത്ഥികളെ ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി P. അബ്ദുൾ മജീദ് ഫൈസി. ഹാപ്പിനെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഹാപ്പിനെസ് ദിനാഘോഷങ്ങൾ. വള്ളിക്കുന്ന് നെറുകൈ തക്കോട്ട മേക്കോട്ട ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ മാർച്ച് 23-ന് ആരംഭിക്കും. മിസസ് ഇന്ത്യ വേൾഡ് വൈഡ് മത്സരത്തിനൊരുങ്ങി കോഴിക്കോട്ടുകാരി ഷാരി വിമൽ. ജപ്പാനിൽ ഉപരിപഠനത്തിന് പോകുന്ന 30 കുട്ടികൾക്ക് സ്നേഹാദരം നൽകി OISCA. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ SUCI കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഡോക്ടർ M. ജ്യോതിലാൽ മത്സരിക്കുമെന്ന് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഡോക്ടർ M. ജ്യോതിരാജാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി. കേരളത്തിൽ 8 സീറ്റിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇന്ത്യയിലൊട്ടാകെ 151 മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. 19 സംസ്ഥാനങ്ങളിലും 3 യൂണിയൻ ടെറിട്ടറികളുമായി 151 മണ്ഡലങ്ങളിലാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ 19 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 151 മണ്ഡലങ്ങളിൽ SUCI കമ്മ്യൂണിസ്റ്റ് മത്സരിക്കുന്നു. അവയിൽ 8 കേരളത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, മാവേലിക്കര, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ചാലക്കുടി എന്നിവയാണ് മറ്റു മണ്ഡലങ്ങൾ. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം ഓടിക്കുന്ന BJP ഭരണത്തെ പുറത്താക്കുക, ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന മുദ്രാവാക്യം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യം ഓടിക്കുന്ന BJP ഭരണത്തെ പുറത്താക്കുക, ജനകീയ സമര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്ന ഒരു മുദ്രാവാക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രധാനമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത്. മുന്നണിയിലെ ഘടക കക്ഷികൾ BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് ബദലായ ഒരു രാഷ്ട്രീയം മുമ്പോട്ട് വയ്ക്കുകയോ അതല്ലെങ്കിൽ അത്തരത്തിലൊരു ജനങ്ങളുടെ പ്രക്ഷോഭം രാജ്യത്ത് കെട്ടിപ്പടുക്കുകയോ ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ SDPI സ്ഥാനാർത്ഥികളെ ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാനപരമായി ഞാൻ ആദ്യം പറഞ്ഞു, BJP വിജയിക്കാതിരിക്കുക എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ള ആളുകളാണ് ഞങ്ങൾ. ഇന്ത്യയിലെ എല്ലാ മതേതര വിശ്വാസികളും അതാണ് ആഗ്രഹിക്കുന്നത്. ആ ഒരു നിലപാട് പുലർത്തുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനെയല്ല സ്വീകരിക്കാൻ പറ്റുള്ളൂ. BJP ജയിക്കാതിരിക്കാനുള്ള നിലപാടല്ല സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളൂ. വിശപ്പ് രഹിത ഭയരഹിത ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി 60 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും P. അബ്ദുൾ മജീദ് ഫൈസി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 16 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ ശ്രമിക്കും. സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലാത്ത മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ആലോചിച്ചു നിലപാടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും നിങ്ങൾ അറിയിക്കും. ഇപ്പോൾ തീരുമാനമാകാത്തതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. തീരുമാനമായ എനിക്ക് ക്ലിയർ, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്, വേണമെങ്കിൽ എനിക്ക് സ്റ്റേറ്റ് പാർലമെന്റ് പറയാൻ പറ്റും. പക്ഷെ ആ കംപ്ലീറ്റ് ആയിട്ടില്ല അങ്ങനെ പ്രോസസ്. അതുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SDPI കോഴിക്കോട്ട് ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു.
ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരുമടക്കം നിരവധി പേർ സംബന്ധിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇഫ്താർ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം, UDF സ്ഥാനാർത്ഥി MK രാഘവൻ, MLA മാരായ PTA റഹീം, മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൾ ഹമീദ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VT ഇക്രാമുൽ ഹക്ക് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മാധ്യമപ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും ഇഫ്താർ വിരുന്നിൽ സംബന്ധിച്ചു. സ്നേഹസംഗമങ്ങൾ, ഒന്നിച്ചുള്ള ഭക്ഷണം, ഒന്നിച്ചുള്ള പ്രവർത്തനം വളരെ നല്ലതാണ്. ഈ ഇഫ്താർ മീറ്റിംഗിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കണ്ടത് നല്ല വ്യക്തി, നല്ല സമൂഹം. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഗെറ്റ് ടുഗദറിന്റെ ലക്ഷ്യവും. ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ എല്ലാവരും നല്ല വ്യക്തികളായി തീരട്ടെ. ഇപ്പൊ മോശമെന്നല്ല, ഒന്നുകൂടെ മെച്ചമായ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോഴിക്കോട് വാർത്തകളിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടെന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, രണ്ടെണ്ണം. 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ചിന്നക്കട, കൊല്ലം. കോഴിക്കോടിന്റെ വലിയ ആഘോഷങ്ങൾക്കായി റിതം ഈവന്റ് ഗലേറിയ. ആപ്രോൺ ഫെസിലിറ്റിയോട് കൂടിയ കോഴിക്കോട്ടെ ഏറ്റവും വലിയ മെയിൻ സ്റ്റേജ്. 1000-ലധികം സീറ്റിംഗ് കപ്പാസിറ്റി, പുഷ് ബാക്ക് സീറ്റ്സ്, ഇരുവശങ്ങളിലും LED വാളുകൾ, ക്ലൈമറ്റ് കൺട്രോൾ AC-യും, ക്രിസ്റ്റൽ ക്ലിയർ സറൗണ്ട് സൗണ്ടും. വധുവിനും വരനുമായി പ്രത്യേകം മേക്കപ്പ് റൂമുകൾ, സ്പേഷ്യസ് ലോബി, VIP ഹാൾ, 300-ലധികം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാൾ, ഓപ്പൺ കിച്ചൺ, വാഷ്റൂം, സപ്പോർട്ടഡ് ക്ലീനിംഗ് സ്റ്റാഫ്, സെക്യൂരിറ്റി സർവീസസ്, വാലെ പാർക്കിംഗ്, ജനറേറ്റർ ബാക്കപ്പ്, വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി മറ്റ് ഫെസിലിറ്റികളും. ഏവർക്കും സ്വാഗതം. റിതം ഇവന്റ് ഗലേറിയ, പുത്തൂർ മഠം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹാപ്പിനെസ് ക്ലബ്ബും B+ എന്റർടൈൻമെന്റ്സും വൺ ഇന്ത്യ കൈറ്റ് ടീമും ചേർന്ന് കോഴിക്കോട് കടപ്പുറത്ത് ഹാപ്പിനെസ് ദിനാഘോഷങ്ങൾ നടത്തി. ആഘോഷ പരിപാടികൾ സബ് ജഡ്ജ് MP ഷൈജൽ ഉദ്ഘാടനം ചെയ്തു. 2015-ലാണ് വേൾഡ് ഹാപ്പിനെസ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നത് പോലെ കോഴിക്കോടിനെ സന്തോഷത്തിന്റെ നഗരം എന്നറിയപ്പെടണമെന്ന ലക്ഷ്യത്തോടെയാണ് ഹാപ്പിനെസ് ദിനാഘോഷങ്ങൾക്ക് ക്ലബ്ബ് നേതൃത്വം നൽകുന്നത്. ബീച്ചിൽ നടന്ന ഹാപ്പിനെസ് ഡേ ദിനാഘോഷങ്ങൾ സബ് ജഡ്ജ് MP ഷൈജൽ ഉദ്ഘാടനം ചെയ്തു. കൈറ്റ് ഫെസ്റ്റിവൽ, ബലൂൺ ഫെസ്റ്റിവൽ, ഫോട്ടോ കോൺടെസ്റ്റ്, ഗിഫ്റ്റ് ഫെസ്റ്റിവൽ, ഹാപ്പിനെസ് മീറ്റപ്പ്, ഗെയിംസ് ആൻഡ് മ്യൂസിക് പ്രോഗ്രാം, ഹാപ്പിനെസ് സെമിനാർ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്നിവയാണ് പ്രധാനമായും സംഘടിപ്പിച്ചത്. ഹാപ്പിനെസ് ക്ലബ് ചെയർമാൻ PM പ്രിൻസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഹാപ്പിനെസ് ഡേ ആഘോഷിക്കാൻ തുടങ്ങി. സംഘടനകളൊക്കെ രൂപീകരിച്ച്, പിന്നെ ഞങ്ങൾ തന്നെ ഒരു സംഘടന രൂപീകരിച്ച് വേൾഡ് ഹാപ്പിനെസ് ക്ലബ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ആ ക്ലബിലൂടെയാണ് സിറ്റി ഓഫ് ഹാപ്പിനെസ് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആശയത്തിലേക്ക് കോഴിക്കോട് എത്തിക്കുകയാണ് പോകുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയതാണ് ആദ്യ വഴി എന്നുള്ള രീതിയിൽ ഈ ഒരു ഹാപ്പിനെസ് ഡേക്ക് കൈറ്റ് ഫെസ്റ്റിവൽ. അബ്ദുള്ള മാളിയേക്കൽ, ബിന്ദു പത്മ, ജസീന റജു, KP സോനു, M ദിനൂപ്, സോഹൽ സോണിക്, കൃഷ്ണരാജ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വള്ളിക്കുന്ന് നെറുങ്കൈ തക്കോട്ട മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ അനുഷ്ഠാന ചടങ്ങുകൾ മാർച്ച് 23-ന് ആരംഭിക്കും. നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കും ശേഷമാണ് ഇത്തവണ താലപ്പൊലി ഉത്സവം സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിക്കുക. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഒരു 50 ഏക്കർ ഭൂമിയിൽ ഒരു കുന്നിന് മുകളിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നു. കുന്നിന് മുകളിൽ മേക്കോട്ട ഭഗവതി ക്ഷേത്രവും കുന്നിന്റെ താഴ്വാരത്തിൽ അയ്യപ്പ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഈ മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സമ്മേളിക്കുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ്. ഇപ്പോ അവിടെ കാലങ്ങൾക്ക് ശേഷം നവീകരണ കലശം നടന്നു വരികയാണ്. അത് 15-ാം തീയതി ആരംഭിച്ചു. നാളെ അതിന്റെ പരിസമാപ്തിയാണ്. നാളെ പുനഃപ്രതിഷ്ഠ ചടങ്ങ് നടക്കും ഭഗവതിയുടെ. നാളെ രാവിലെ 9:50 മുതൽ 10:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ദേവിയുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങ്. അതോടൊപ്പം തന്നെ ഗണപതി എന്ന ഉപദേവാലയത്തെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന, പുതിയ ശ്രീകോവിൽ നിർമ്മിച്ച് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് നടന്നു വരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെറമംഗലം നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കേരളത്തിലെ പ്രമുഖ താന്ത്രികരാണ് നവീകരണ കലശത്തിൽ പങ്കെടുക്കുന്നത്. മാർച്ച് 22-ന് ജീവകലശാഭിഷേകത്തോടുകൂടിയാണ് നവീകരണ കലശത്തിന്റെ സമാപനം. സാംസ്കാരിക സമ്മേളനത്തിൽ ബ്രഹ്മശ്രീ ആഴ്വാഞ്ചേരി കൃഷ്ണൻ തമ്പ്രാക്കൾ, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി തുടങ്ങിയവർ സംബന്ധിക്കും. നവീകരണ കലശത്തിന്റെ തുടർച്ചയായാണ് ഈ വർഷത്തെ മേക്കോട്ട താലപ്പൊലി ഉത്സവം നടക്കുക. എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കൊണ്ട് മലബാറിലെ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാമതാണ് മേക്കോട്ട താലപ്പൊലി ഉത്സവം. മാർച്ച് 23-ന് പുലർച്ചെ ഉത്സവത്തിന്റെ അനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കും. സാംസ്കാരിക സമ്മേളനത്തിൽ വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് അധ്യക്ഷനാകും. മന്ത്രി PA മുഹമ്മദ് റിയാസ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിസിസ് ഇന്ത്യ വേൾഡ് വൈഡ് മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് മലയാളിയും കോഴിക്കോട് സ്വദേശിനി സിഡ്നിയിലെ ഗവൺമെന്റ് സെൻട്രൽ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം മാനേജറായ ഷാരി വിമലാണ് സീസൺ 13-ലെ ഫൈനൽ മത്സരത്തിന് അർഹത നേടിയത്. കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഷാരി ഭരതനാട്യത്തിൽ പരിശീലനം നേടി. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഷാരി വിവാഹത്തിന് ശേഷമാണ് സിഡ്നിയിലേക്ക് പ്രവേശിക്കുന്നത്. വിവാഹശേഷം സ്ത്രീകൾക്ക് എന്തെല്ലാം സാധ്യതകൾ നൽകുന്നു എന്നതിന് ഉദാഹരണമാണ് ഷാരിയുടെ മോഡലിംഗ് രംഗത്തേക്കുള്ള കടന്നുവരവും ഈ വലിയ നേട്ടത്തിന്റെ അംഗീകാരവും. സ്വന്തമായി ഒരു തൊഴിൽ ചെയ്യുമ്പോഴും തന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മറ്റുള്ളവർക്ക് മാതൃകയാക്കുകയാണ് ഈ കോഴിക്കോട്ടുകാരി. നൃത്തവും തന്റെ മോഡലിംഗ് സ്വപ്നവും ഒരുപോലെ ജീവിതത്തിലേക്ക് പകർത്തുന്ന ഷാരി കാരുണ്യ പ്രവർത്തനങ്ങളിലും പങ്കാളിയാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി നിരവധി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ സമയവും അവർ കണ്ടെത്തുന്നു. ഒരു സ്ത്രീക്ക് വിവാഹശേഷവും സമൂഹത്തോടും ലോകത്തിനോടുമുള്ള പ്രതിബദ്ധത നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുകയാണ് അമ്മയും ഉദ്യോഗാർത്ഥിയുമായ ഈ വനിത. മെയ് 1 മുതൽ 7 വരെ ദുബായ് ക്യൂറിയോ ബൈ ഹിൽട്ടൺ ഹോട്ടലിൽ നടക്കുന്ന മത്സരത്തിൽ ഫൈനലിസ്റ്റായി മാറ്റുരയ്ക്കാനായി ഒരുങ്ങുകയാണ് ഷാരി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. അതെ, കല്യാൺ സിൽക്സ് കൊല്ലത്തൊരു ബഡാ ഷോറൂമും കോഴിക്കോട് ഒരു ബഹുത്ത് ബഡാ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞിട്ടാ? അത് പറയേണ്ടവര് പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞിട്ടാ. കോഴിക്കോടുകാർക്ക് എന്താ വലിയ ഷോറൂം പറ്റില്ലേ? വലുതൊരെണ്ണം വരട്ടേന്നേ. കൊല്ലത്ത് വലിയ ഷോറൂമും വലിയ കളക്ഷനും വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വലുതൊരെണ്ണം വരട്ടെന്നേ. നമ്മൾ ഈ വെഡിങ് പർച്ചേസിനൊക്കെ പോകുമ്പോൾ കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? പുതിയ ഷോറൂമിൽ ഒരേ സമയത്ത് ഒരു 10-200 വെഡിങ് പാർട്ടീസിന് സുഖമായിട്ട് ഷോപ്പ് ചെയ്യാം. വലുതൊരെണ്ണം വരട്ടെന്നേ. ഫ്രഷ് ഐഡിയാസ് വന്നാലേ ഷോപ്പിംഗ് സുഖമാവുള്ളൂ. വലുതൊരെണ്ണം വരട്ടെന്നേ. കേട്ടല്ലോ, വലുതൊരെണ്ണം വരട്ടെന്നേ. ഒന്നല്ല, 2 2 വലിയ ഷോറൂമുകളുമായി കല്യാൺ സിൽക്സ് എത്തുന്നു. ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ്. കോഴിക്കോട് മാർച്ച് 20-ന്, കൊല്ലം മാർച്ച് 25-ന്. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്. ചിന്നക്കട, കൊല്ലം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജപ്പാനിൽ ഉപരിപഠനത്തിന് പോകുന്ന 30 വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരം നൽകി. 1 വർഷത്തെ പഠനവും 5 വർഷത്തെ ജോലിയുമാണ് കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തത്. കരാർ OISCA ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു കുട്ടികൾക്ക് കൈമാറി.
ജപ്പാനിൽ ഉപരിപഠനത്തിന് പോകുന്ന 30 വിദ്യാർത്ഥികൾക്ക് ഓയിസ്ക ഇന്റർനാഷണലിന്റെയും ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമിയുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. സംസ്ഥാനത്ത് നിന്നും ഇത്രയും അധികം വിദ്യാർത്ഥികൾ ഒരേ സമയം ജപ്പാനിലേക്ക് പോകുന്നത് ഇതാദ്യമായാണ്. വിദ്യാഭ്യാസത്തിനും ഉദ്യോഗത്തിനുമായി ജപ്പാനിലെത്താൻ ഏറെ സാങ്കേതിക കടമ്പകൾ ഉള്ളതിനാൽ ചെറിയ ശതമാനം മാത്രമേ സംസ്ഥാനത്തു നിന്നും അവിടേക്ക് പോകാറുള്ളൂ. 3 വിദ്യാർത്ഥികൾ കെയർ ഗിവർ സ്കോളർഷിപ്പോടെയാണ് ജപ്പാനിലേക്ക് പോകുന്നത്. 1 വർഷത്തെ പഠനവും തുടർന്ന് 5 വർഷത്തേക്ക് ജോലിയും വാഗ്ദാനം ചെയ്യുന്ന കരാർ ഓയിസ്ക ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ അരവിന്ദ് ബാബു വിദ്യാർത്ഥികൾക്ക് കൈമാറി. ഇവർക്ക് ജപ്പാനിലേക്കുള്ള യാത്രാ ചെലവുകൾ JLA വഹിക്കും. കല്ലായി റോഡിലെ വുഡീസ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ജാപ്പനീസ് കറൻസിയായ യെൻ സമ്മാനമായി നൽകി. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് ചോപ്സ്റ്റിക് പരിശീലനവും നൽകി. പരിപാടിയിൽ JLA മേധാവി ഡോക്ടർ സുബിൻ വാഴയിൽ, ബാലു S, ജസ്ന MK തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാങ്ക് ജീവനക്കാരുടെ കലാ സാംസ്കാരിക വേദി നവതരംഗം പങ്കജുദാസ് സ്മൃതി സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ വിൻസെന്റ് സാമുവൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് അബ്ദുൽ നാസർ ഗസൽ സന്ധ്യ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കല്യാൺ ഷോപ്പിംഗ് സമുച്ചയം പ്രവർത്തനം തുടങ്ങി. 5 നിലകളിലായി 2 ലക്ഷത്തിലേറെ ചതുരശ്ര അടിയിൽ സിൽക്ക് സാരി ഷോറൂമും ഹൈപ്പർ മാർക്കറ്റുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം നടൻ പൃഥ്വിരാജും മന്ത്രി മുഹമ്മദ് റിയാസും ചേർന്ന് നിർവഹിച്ചു. കിഡ്സ് പ്ലേ ഏരിയ, ഫുഡ് കോർട്ട്, എക്സ്ക്ലൂസീവ് ബ്രൈഡ് ഡിസൈൻ ബുട്ടീക്, എക്സ്ക്ലൂസീവ് ഗ്രൂം ഡിസൈൻ സ്റ്റുഡിയോ, കോസ്മെറ്റിക് കൗണ്ടർ, പെർഫ്യൂം സ്റ്റോർ, ഫുഡ്വെയർ സ്റ്റോർ, ഓൾ ബ്രാൻഡ് ലഗേജ് ഷോപ്പ്, ടോയ് സ്റ്റോർ, ഹോം ഡെക്കർ, കോസ്റ്റ്യൂം ജ്വല്ലറി സെക്ഷൻ, പ്രയർ റൂം എന്നീ സൗകര്യങ്ങളാണ് മാളിൽ ഒരുക്കിയിരിക്കുന്നത്. കല്യാൺ സിൽക്സിന്റെ 36ാം ഷോറൂമാണ് തൊണ്ടയാട് ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങിയത്. നടൻ പൃഥ്വിരാജ് സുകുമാരനും മന്ത്രി PA മുഹമ്മദ് റിയാസും ചേർന്ന് ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് സന്തോഷം. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ, ഈ ചൂടത്ത്, ഈ നോമ്പ് കാലത്ത് ഇത്രയും ജനം ഇവിടെ വന്ന് എത്തിയതിൽ ഒരുപാട് സന്തോഷം. കല്യാൺ സിൽക്സിന്റെ ആദ്യത്തെ ഷോറൂം ഞാൻ ഇനോഗ്രേറ്റ് ചെയ്യുന്നത് 2011 കണ്ണൂർ 2011 ഞാൻ ആദ്യം ഒരു ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. 4ാമത്തെ ഷോറൂമാണ്. ഇന്നിപ്പോ 2024 എത്തി നിൽക്കുമ്പോൾ 36ാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷനാണ് വീണ്ടും നടക്കുന്നത്. കല്യാൺ സിൽക്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വർദ്ധിനി പ്രകാശ്, മധുമതി മഹേഷ്, കല്യാൺ വസ്ത്രാലയ MD TS അനന്തരാമൻ, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ്, അഹമ്മദ് ദേവർകോവിൽ MLA, BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ, ചെയർമാൻ PV ചന്ദ്രൻ,
KMP കൺസ്ട്രക്ഷൻ മാനേജിംഗ് ഡയറക്ടർ KM പരമേശ്വരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഏറ്റവും സന്തോഷകരമായ ഒരു ശിബിരമാണ്. ഞങ്ങളുടെ 36ാമത്തെ ഷോറൂമാണ് ഇന്ന് ഇവിടെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വിമാനയാത്ര പലരുടെയും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് പതിവ്. എന്നാൽ പാറപ്പുറം നന്മ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെ 30 പേരുടെ സ്വപ്നങ്ങൾക്കാണ് ചിറകുമുളച്ചത്. മാർച്ച് 17 നന്മ കുടുംബത്തിലെ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച വിമാനയാത്രയിൽ 10 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ളവർ പങ്കെടുത്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കായിരുന്നു കന്നി ആകാശയാത്ര. രാവിലെ അംഗങ്ങളെയും വഹിച്ചുകൊണ്ട് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട വാഹനം പ്രസിഡന്റ് PM ശേഖരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സെക്രട്ടറി K സുനിൽകുമാർ, ട്രഷറർ K അജയകുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സന്നിഹിതരായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ടെ SUCI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഡോക്ടർ M ജ്യോതിലാലാണ് സ്ഥാനാർത്ഥി. കേരളത്തിലെ SDPI സ്ഥാനാർത്ഥികളെ ഒരാഴ്ചയ്ക്കകം പ്രഖ്യാപിക്കുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി P അബ്ദുൾ മജീദ് ഫൈസി. ഹാപ്പിനെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഹാപ്പിനെസ് ദിനാഘോഷങ്ങൾ. വള്ളിക്കുന്ന് നെറുകൈ തക്കോട്ട മേക്കോട്ട ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ മാർച്ച് 23 ആരംഭിക്കും. മിസസ് ഇന്ത്യ വേൾഡ് വൈഡ് മത്സരത്തിനൊരുങ്ങി കോഴിക്കോട്ടുകാരി ശാരി വിമൽ. ജപ്പാനിൽ ഉപരിപഠനത്തിന് പോകുന്ന 30 കുട്ടികൾക്ക് സ്നേഹാദരം നൽകി OISCA. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.